മേൽക്കാവിൽ വാഴുന്ന ഭദ്രകാളീശ്വരി എന്നിലും നിന്നിലും കാവലുണ്ട്. കൊട്ടുണ്ട് പാട്ടുണ്ട്, പാട്ടിൽ നിറയെ അമ്മയുണ്ട്. മേൽക്കാവിൽ വാഴുന്ന ദേവി മഹേശ്വരി കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട്. മേൽക്കാവിൽ വാഴുന്ന ദേവി മഹേശ്വരി കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട്. അമ്മതൻ മേനിയിൽ കുങ്കുമം പൂശിടുന്നു. മൂവന്തി മേഘങ്ങൾ അമ്മതൻ മേനിയിൽ കുങ്കുമം പൂശിടുന്നു. ഭൂലോകപാലിനി ദേവി ഭഗവതി സങ്കടമെല്ലാം അകറ്റിടുന്നു. ഭൂലോകപാലിനി ദേവി ഭഗവതി സങ്കടമെല്ലാം അകറ്റിടുന്നു. കൊട്ടുണ്ട് പാട്ടുണ്ട്, പാട്ടിൽ നിറയെ അമ്മയുണ്ട്. മേൽക്കാവിൽ വാഴുന്ന ദേവി മഹേശ്വരി കഷ്ടകാലങ്ങളിൽ കൂട്ടുണ്ട്. ഞാൻ കല്ലാർമഠം ദേവീക്ഷേത്രത്തിലെ മേശാന്തിയാണ്. ദേവിയുടെ അനുഗ്രഹം നല്ലോണം കിട്ടിയ ഒരു വ്യക്തിയാണ്. ഓം നമോ ദേവി നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ബഹുമാന്യരെ, കല്ലറമഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ സമാപനമാണ് പൊങ്കാല ദിവസം. മീനമാസത്തിലെ മകം നക്ഷത്രത്തിൽ ഈ ദേശവാസികളെല്ലാം ഭഗവതിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നു. മീനമാസത്തിലെ മകത്തിനാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചത്. ദേവിയുടെ ജന്മനാളായ ഇന്ന് ഈ ദേശത്തുള്ളവരെല്ലാം ഒത്തുകൂടി ദേവിക്ക് നിവേദ്യം സമർപ്പിക്കുന്നതോടൊപ്പം സമൂഹ സദ്യയിലും എല്ലാവരും പങ്കെടുത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ ഈ ഉത്സവത്തിൽ പങ്കാളികളാകുകയാണ്. ഇന്നത്തെ മറ്റൊരു പ്രത്യേകത, കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ ചോറ്റാനിക്കര ദേവീഭക്തരെല്ലാം മകം തൊഴൽ ചടങ്ങ് നടത്താറുണ്ട്. അതുപോലെ മീനമാസത്തിലെ മകത്തിന് കല്ലറമഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മകം തൊഴൽ എന്ന പ്രസിദ്ധമായ മകം തൊഴൽ ചടങ്ങ് എല്ലാ വർഷവും നടക്കുകയാണ്. ധാരാളം കന്യകമാരും താലം സമർപ്പിച്ച് അവരുടെ അഭീഷ്ട കാര്യങ്ങൾ ഭഗവതിയോട് പറഞ്ഞ്, ആഗ്രഹങ്ങൾ ഭഗവതിയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ ആഗ്രഹങ്ങൾ ഈ മകം ദിവസം ഭഗവതി അവർക്ക് സാധിച്ചു കൊടുക്കുകയാണ്. ആ അനുഭവങ്ങളുള്ള അനേകം ദേവീഭക്തർ ഈ മകം തൊഴലിന് ദേവീ സന്നിധിയിൽ രാവിലെ മുതൽ തന്നെ എത്തിച്ചേരുന്നു. താലം ഭഗവതിക്ക് സമർപ്പിക്കുന്നു. താലസമർപ്പണം. ഈ താലസമർപ്പണത്തോടുകൂടി അവരുടെ ആഗ്രഹങ്ങൾ ഭഗവതി സാധിച്ചു കൊടുക്കുന്നു
ആ സാധിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ലഭിച്ചിട്ടുള്ളവരെല്ലാം തന്നെ എല്ലാ വർഷവും മകം തൊടാനായിട്ട് ഈ അമ്മയുടെ മുന്നിൽ എത്തിച്ചേരുന്നു. ആകാശരൂപിണി വാണിടുന്നു, ആയുരാരോഗ്യം നൽകിടുന്നു. കാലത്തു കാണുമ്പോൾ സരസ്വതിയാണമ്മ, ഉച്ചയ്ക്കു ശ്രീ മഹാകാളി, സന്ധ്യയ്ക്കു ചന്തത്തിൽ ചമഞ്ഞിടുമമ്മ. ഞാൻ ഈ ക്ഷേത്രവുമായി പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് 24 വർഷമായി. ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പുരോഗതിയാണ് ഈ 24 വർഷം എൻ്റെ നോട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ കേരളത്തിലെ എടുത്തു പറയത്തക്ക 2 തുല്യ പ്രാധാന്യമുള്ള ദേവിമാരുള്ള എടുത്തു പറയത്തക്ക ഒരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളിലുള്ള ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഓരോ മനസ്സോടുകൂടി പ്രവർത്തിച്ചു വരികയാണ്. അതിന് ഈ നാടിനും ഐശ്വര്യവും അഭിവൃദ്ധിയും അതുമൂലം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ നാട്ടിലെ ഈ തേലി ഭാഗവും അതിന് ഉൾപ്പെടുന്ന നല്ലൊരു ഏരിയ ഇവിടെ ഉണ്ട്. എല്ലാ ജനങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം അവരുടെ ദേശീയ ഉത്സവം പോലെ കണക്കാക്കി പ്രവർത്തിച്ച് ഈ നാടിന് നല്ലൊരു ഐശ്വര്യം ഉണ്ടാകുന്ന രീതിയിൽ ക്ഷേത്രം വളരെയധികം മുന്നോട്ട് പുരോഗതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സരസ്വതിയാണമ്മ, ഉച്ചയ്ക്കു ശ്രീ മഹാകാളി, സന്ധ്യയ്ക്കു ചന്തത്തിൽ ചമഞ്ഞിടുമമ്മ. ദുർഗാ ഭഗവതിയല്ലോ, ചൂട്ടാനിക്കരയമ്മയല്ലോ. കാലത്തു കാണുമ്പോൾ സരസ്വതിയാണമ്മ, ഉച്ചയ്ക്കു ശ്രീ മഹാ